ഗായ്സ്, ഞാൻ ഇന്ന് നമ്മുടെ തൃശ്ശൂരും കൊച്ചുമായിട്ടുള്ള സൂപ്പർ ലീഗ് കാണാൻ പോയിണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്റ്റേഡിയത്തിൽ ഇങ്ങനെ വന്നിരുന്ന് കളി കാണുന്നത്. അതുകൊണ്ട് നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. ആൻഡ് തൃശ്ശൂരിനാണെങ്കിൽ നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നു. നമ്മുടെ തൃശ്ശൂർ ഗഡീസൊക്കെ ഗാലറി ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് അത് മാത്രമല്ല കൊച്ചിക്കാരും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി വൈബായിരുന്നു ഇത്ര ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് കളി കാണാൻ. ആൻഡ് ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി ആയപ്പോൾ തന്നെ നമ്മളൊരു ഗോൾ അടിച്ചങ്ങോട്ട് ലീഡായി. പിന്നീട് അങ്ങോട്ടുള്ള കളി കുറച്ചങ്ങോട്ട് സ്ലോ ആയി തുടങ്ങി. അത് കഴിഞ്ഞ് ഹാഫ് ടൈം ഒക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ടീം ചെക്ക് കൊണ്ട് ഇവിടെ വെക്കും. പിന്നെ സെക്കൻഡ് ഹാഫിലും കളിയൊക്കെ കൊള്ളായിരുന്നു. ഞാനിവിടെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ എടുക്കും. പിന്നെ മെസ്സിഡി റൊണാൾഡോയുടെ ഒക്കെ വീഡിയോസ് ഇട്ടപ്പോൾ തന്നെ സ്റ്റേഡിയം ഫുൾ ഓണായി. പിന്നെ ഞാൻ റിയൽ മാഡ്രിഡ് ഫാനാണ്. സോ എനിക്ക് റിയൽ മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ മാച്ച് നേരിട്ട് കാണുന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ നടക്കില്ല എന്നറിയാം, പക്ഷെ ടൈം ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ നടക്കും. സോ മാച്ച് കഴിയാനായപ്പോഴത്തേക്കും സെയിം നമ്മൾ തന്നെയായിരുന്നു ലീഡ് ഉണ്ടായിരുന്നത്. ആൻഡ് കൊച്ചി അത്യാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഗോൾ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കളി ജയിച്ച് സെമിയിലും കയറി. അങ്ങനെ കളി കണ്ടിട്ട് ഇത്തവണ നമ്മുടെ തൃശ്ശൂർ ടീം തന്നെ കപ്പടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഏത് ടീം കപ്പടിക്കുന്നതാണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എൻഡിങ് വരേക്കും തൃശ്ശൂർ ഫാൻ ബേസ് ആയിട്ടുള്ള ബ്ലൂ ഗഡീസ് നല്ല ആക്റ്റീവ് ആയിരുന്നു. മാച്ച് കഴിഞ്ഞിട്ട് അവർ ആക്റ്റീവ് ആയിരുന്നു. ആൻഡ് ഒരു ടീമിനെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആക്ടേഴ്സായിട്ടുള്ള ഇന്ദ്രജിത് സാറും ഷമി തിലകൻ സാറ് അങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ കളി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ടോട്ടലി നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ നേരിട്ട് ഫുട്ബോൾ മാച്ച് കണ്ടതിൽ. ശരിക്കും ഞാൻ ഈ സൂപ്പർ ലീഗ് കേരള ഇത്ര അടിപൊളിയായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഇവിടെ ഒന്ന് കണ്ടപ്പോൾ അതൊക്കെ ഫുള്ള് മാറി. സോ ബൈ ഗൈസ്, അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.